ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ മാറി മറിയും എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്ത് ശരിയാണെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ നമ്മളെ ഗൾഫിലെ യുദ്ധം നോക്കിക്കേ, ആ അവിടെയുള്ള പ്രവാസികളായിട്ടുള്ളതോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല നാളെ ഇങ്ങനെയായിരിക്കും, അയ്യോ അവരെ തലയ്ക്ക് മീതെ ഈ മിസൈലുകളുടെ ഡെബ്രികളും അതും ഇതുമൊക്കെ വരുമെന്നോ, ഈ ഒരു യുദ്ധമുഖത്ത് അവർ ഒരു ഫേസ് ചെയ്യേണ്ടി വരുമെന്നോ, ഇവിടെയൊക്കെ ഇങ്ങനെ എന്താണ് വിമാന സർവീസുകൾ അടച്ചിടുമെന്നും ഒന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എത്ര പെട്ടെന്നാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് ഈ നിന്ന നിപ്പിന് ഈ അസുഖങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. അവർ ഓക്കെ ആയിരിക്കും, പക്ഷെ ഓവർ നൈറ്റ് അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും എന്തോ വയ്യായിക ടപ്പേ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇതിൽ നിന്ന് റിക്കവറൊക്കെ ചെയ്ത് വരുമ്പം ഇവരുടെയൊക്കെ ഈ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ലോകത്തിനെ കാണുന്ന രീതി, ആളുകളെ കാണുന്ന രീതി, ആളുകളെ മനസ്സിലാക്കുന്ന രീതി ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു ചേഞ്ച്ഡ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. അതായത് ഒരു പെട്ടെന്നൊരു രോഗാവസ്ഥ, അക്യൂട്ടായിട്ട് റിക്കവർ ചെയ്യുന്ന ആൾക്കാരുടെ ഈ മാനസികാവസ്ഥ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അവർ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം അതുപോലത്തെ ഇങ്ങനത്തെയൊക്കെ അവരൊരിക്കലും ഫേസ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് വരുന്ന ആൾക്കാർ പലരുടെയും ഈ ഔട്ട്ലുക്കൊക്കെ മാറാൻ നല്ല സാധ്യതയുണ്ട്. അത് മിക്കതും മാറുന്നത് പോസിറ്റീവ് രീതിയിലാണ്. നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. ഈ ഇന്നലെ വരെ നമ്മൾ അഹങ്കരിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ ഇന്നലെ വരെ ഓടി നടന്ന് എന്തോ വെട്ടിപ്പിടിക്കാൻ നടന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് തോന്നും. ഇതൊക്കെ വെറും ഇത്ര നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നുന്നൊരവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന നമ്മളെ നിസ്സഹായത അവസ്ഥയാണ്. നമ്മൾ നിഷ്പ്രഭരായി പോകുന്ന ചില അവസരങ്ങളുണ്ടാകും. അങ്ങനെ ഒരു പോയിന്റിൽ കൂടെ ഒരു മനുഷ്യൻ പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിതത്തിനെ തൊട്ട് നോക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്. നമുക്ക് പിന്നെ കിട്ടുന്ന ഓരോ ദിവസവും നമ്മൾ വലിയ ബ്ലെസ്സിങ് ആയിട്ട് കാണും. നമ്മൾ ഓരോ ദിവസവും, ഓരോ സൺറൈസ്, ഓരോ സൺസെറ്റ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയോട് കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓരോ ദിവസവും അതൊരു ബ്ലെസ്സിങ് ആണ്. ഗോഡ് ബ്ലെസ് യു ആൾ.